ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. അതുപോലെ ഒരു 3 സവാള, ചെറിയ സവാളയാണ്. പിന്നെ 3 തക്കാളി, ഒരു 5-6 അണ്ടിപ്പരിപ്പ്. 3 തക്കാളി, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, തക്കാളി. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ എടുക്കാം. ചിക്കൻ നന്നായി ഒന്ന് നേടി വെക്കാം. സവാള മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാനുണ്ട്. സവാള മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി അരച്ചതിട്ട് കൊടുക്കാനുണ്ട്. തക്കാളി അണ്ടിപ്പരിപ്പും കൂടി അരച്ച് വെച്ചത്. ഇതൊന്ന് നന്നായി നമുക്ക് ഇതിൽ എല്ലാം ചേർത്ത് ഒന്ന് എണ്ണ തെളിയുന്നവരെ നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചതുണ്ട്. പേസ്റ്റാക്കി വെച്ചതാണ്. ഇങ്ങനെ പേസ്റ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ എളുപ്പം വേഗം ഉണ്ടാക്കി എടുത്തിടാൻ പറ്റും. അപ്പോൾ സുഖമാണ്. ഇതൊന്ന് നന്നായി എണ്ണ തെളിഞ്ഞ അപ്പം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണ തെളിയണം നല്ലോണം. അപ്പം ഇത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇടാവുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് കാശ്മീരി മുളകാണ്, എരി കുറയും. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കുരുമുളക് 1 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കന് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നന്നായി ഇളക്കി ചേർക്കണം. അപ്പോൾ ഇത് നന്നായി ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുക്കാനുണ്ട്. മഞ്ഞൾ ഇതൊന്ന് കുറച്ച് സമയം മൂടി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനും മസാലയൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞു വരും. മൂടി വെച്ച് കൊടുക്കാം. മൂടി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തെളിഞ്ഞു വന്ന് എണ്ണൊക്കെ തെളിഞ്ഞ് നന്നായി ചിക്കനൊക്കെ ഒന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മൊരിഞ്ഞ് വരണം. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒറ്റൊന്ന് ചൂടായ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ചിക്കൻ നന്നായി വേവട്ടെ. കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില,
കുറച്ച് പൊടിയന് മലയായി വേണ്ടിയിട്ടാണ്. ഇത് വെന്ത് വരണം. നല്ലോണം വേണം. ചിക്കൻ വേട്ടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കി വയ്ക്കുക. നല്ല കറിയുണ്ട്, നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടായി വന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിന് സെർവ് ചെയ്തിട്ട് ചപ്പാത്തിക്കോ പൊറാട്ടക്കോ എന്തിനാണെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ തയ്യാറാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. ഞാൻ ഉണ്ടാക്കി വയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇത് ഫേസ്ബുക്കിലുണ്ട്, ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇത് ഉണ്ടാക്കി വയ്ക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ചപ്പാത്തിക്ക, പൊറാട്ടക്ക, നെയ്ച്ചോറിന എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.